Hi everyone, welcome to once. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് S4 സിവിൽ എഞ്ചിനീയറിംഗിലെ സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ദാറ്റ് ഇസ് കോഡ് PCCET 403 സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ മോഡ്യൂൾ 4ലെ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോഡ്യൂൾ 4ൽ നമുക്ക് മെയിൻലി രണ്ട് പോർഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റിഫ്നെസ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സ്ട്രക്ചറിന്റെ അനാലിസിസ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനു മുന്നേ S3ൽ നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് 1, ദാറ്റ് ഇസ് ആ സ്ട്രക്ചറൽ അനാലിസിസ് 1ൽ നമ്മൾ എല്ലാ മെത്തേഡ്സിനെയും ബേസിക്കലി രണ്ട് മെത്തേഡ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഫസ്റ്റ് വൺ വാസ് നോൺ ആസ് ഫോഴ്സ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ വാസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് മെത്തേഡിന്റെയും ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെയും ഒരു മെട്രിക്സ് അപ്രോച്ച് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിഫ്നെസ് മെത്തേഡ് ആണെങ്കിലും, അല്ലെങ്കിൽ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഫോഴ്സ് മെത്തേഡിന്റെ ഒരു മെട്രിക്സ് അപ്രോച്ചിന് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് വിളിക്കും. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെ ഒരു ഒരു മെട്രിക്സ് അപ്രോച്ചിനെ നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റിഫ്നെസ് അപ്രോച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ് ഉപയോഗിച്ച് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മെമ്പർ ഫോഴ്സസ് ഓർ ഹൗ വി ക്യാൻ അനലൈസ് എ ടിപ്പിക്കൽ ബീം. ഒരു ബീം ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബീമിന് പകരം നിങ്ങൾക്ക് ഫ്രെയിം ചോദിക്കാം, ട്രസ് ചോദിക്കാം, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് വേണമെങ്കിലും സ്ട്രക്ചറൽ മെമ്പേഴ്സ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബീമിനെ എങ്ങനെ സ്റ്റിഫ്നെസ് മെത്തേഡ് ഉപയോഗിച്ച് ഹൗ വി ക്യാൻ അനലൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം സ്റ്റിഫ്നെസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീം ചോദിച്ചാലും ഫ്രെയിം ചോദിച്ചാലും ട്രസ് ചോദിച്ചാലും ഏതാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരിക്കും ഓൾമോസ്റ്റ് അത് ഫോളോ ചെയ്യുന്നത്. ചില സ്റ്റെപ്സിൽ മാത്രം കാൽക്കുലേഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ദ പ്രൊസീജിയർ വിൽ ബി സെയിം ഫോർ ദിസ് മെത്തേഡ് കോൾഡ് സ്റ്റിഫ്നെസ് മെത്തേഡ്, or we can call the method as displacement method. അപ്പോൾ ഓർത്തിരിക്കുക, സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെട്രിക്സ് ഫോം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ മെട്രിക്സ് ഫോം ഓഫ് ഫോഴ്സ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, സോ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു കാൽക്കുലേറ്റ് ദ ഫിക്സഡ് എൻഡ് മൊമെന്റ്. തന്നിരിക്കുന്ന ബീം അല്ലെങ്കിൽ ഫ്രെയിം അല്ലെങ്കിൽ ഇതിന്റെ വെച്ചിട്ട് അതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് 1ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് എൻഡ് മൊമെന്റ് ഇസ് കാൽക്കുലേറ്റഡ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ലോഡ്. ലോഡ് എങ്ങനെയാണോ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദിസ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ വി ആർ ഹാവിംഗ് ദ ഇക്വേഷൻ ദാറ്റ് ഇസ് മൈനസ് W AB square by L square അല്ലെങ്കിൽ പ്ലസ് W A square B by L square. അതാണ് രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ഫോർ എ പോയിന്റ് ലോഡ്. ഇനി UDL ആണെങ്കിലോ മൈനസ് WL square by 12 ആൻഡ് പ്ലസ് WL square by 12. അപ്പോൾ ആ ഒരു തന്നിരിക്കുന്ന ലോഡിംഗ് കണ്ടീഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ് കൺസിസ്റ്റ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഫ്ലെക്സിബിലിറ്റിയിൽ നമ്മൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, എത്ര മൂവ്മെന്റ്സ് പോസിബിൾ ആണ് എന്നുള്ളത് വെച്ചിട്ടാണ് വി വിൽ ബി ഫോളോയിങ് ദാറ്റ് മെത്തേഡ്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഡിഗ്രി ഓഫ് ഫ്രീഡം we will be choosing the system coordinates and we will be identifying the element coordinates. ആ ഒരു സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ആ ഒരു മെമ്പറിന്റെ സിസ്റ്റം കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്, എലമെന്റ് കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്ന് വി വിൽ ബി ഐഡന്റിഫൈങ്. ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ലോഡ് മെട്രിക്സ്. സിസ്റ്റം കോർഡിനേറ്റ്സിന്റെ ബേസിസിൽ ഒരു ലോഡിന്റെ മെട്രിക്സ് ഫോമിൽ വി വിൽ ബി കാൽക്കുലേറ്റിംഗ്. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡിങ് ഔട്ട് ദ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ K. നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് matrix small letter K and it is called element stiffness matrix, and the basic format is K is equal to 2EI by L multiplied by 2112. This is the basic format for calculating element stiffness matrix. അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മോഡ്യൂൾസ് ഉണ്ടാവും. അതിനെല്ലാം കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ we will be getting the total element stiffness matrix. Now the next step is, after getting element stiffness matrix you have to calculate the displacement transformation matrix, which is represented by matrix ബീറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്ലെക്സിബിലിറ്റി ആയിരുന്നപ്പോൾ അവിടെ ആൽഫ എന്ന് പറഞ്ഞ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ബീറ്റ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ആഫ്റ്റർ ഫ്രെയിമിംഗ് ബീറ്റ മെട്രിക്സ്, our next step is to find out the structure stiffness matrix
represented by capital K. അപ്പോൾ ഇവിടെ രണ്ട് K matrix ഉണ്ട്. ആദ്യത്തെ K matrix small letter K matrix ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് element stiffness matrix എന്നാണെങ്കിൽ ക്യാപിറ്റൽ K മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ആ ഒരു ഫുൾ സ്ട്രക്ചറിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ആൻഡ് ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് K is equal to beta transpose multiplied by small letter K multiplied by beta. ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബീറ്റ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈഡ് ബൈ സ്മോൾ ലെറ്റർ K മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ. അപ്പോൾ തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ നമ്മൾ ബീറ്റയും കെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ക്യാപിറ്റൽ K. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ക്യാപിറ്റൽ K, വാട്ട് യു ഹാവ് ടു ഡു ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഐഡന്റിഫൈ ദ സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് represented by a matrix called gamma. Gamma എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് what we call it as system displacement, and gamma is calculated as gamma is equal to K inverse of P. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ മെട്രിക്സ് ആണ് K, ക്യാപിറ്റൽ K സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. That has to be multiplied by P. P means the load matrix. Okay, അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ next step we can calculate the element forces which is represented by Q, and Q is calculated as Q is equal to small letter K element stiffness matrix multiplied by the beta matrix multiplied by gamma matrix. This is the basic equation used for calculating element force. Q is equal to element stiffness matrix small letter K multiplied by beta multiplied by gamma. അപ്പോൾ element force കണ്ടുപിടിച്ചാൽ our next step is to calculate the final moment. Final moment will be element force plus അതിൻ്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ്. നമുക്ക് കിട്ടിയ ഫൈനൽ ഫോഴ്സുകളുടെ കൂടെ ഫിക്സഡ് എൻഡ് മൊമെന്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ഫൈനൽ മൊമെന്റ്, ആൻഡ് ബേസ്ഡ് ഓൺ ദറ്റ് ഫൈനൽ മൊമെന്റ് യു ക്യാൻ പ്ലോട്ട് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഇതാണ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇപ്പോൾ ബീം കിട്ടിയാലും ഫ്രെയിം കിട്ടിയാലും എല്ലാം ഈ ഒരു മെത്തേഡ്, ട്രസ്സിനും ഓൾമോസ്റ്റ് ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ ഇതിനായിട്ട് നമുക്കൊരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഫ്രെയിമിനെ അല്ലെങ്കിൽ ഒരു ബീമിനെ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ബീമാണ്. എ എന്ന് പറയുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻഡും സി എന്ന് പറയുന്ന അടുത്ത ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻഡും ബി എന്ന് പറയുന്ന ഒരു റോളർ സപ്പോർട്ടുള്ള ഒരു കേസ്. ഓക്കെ, സോ ദിസ് എൻഡ് ഇസ് എ, ദിസ് ഇസ് ബി, ദിസ് ഇസ് സി. ഇവിടെ തന്നിരിക്കുന്ന ലോഡ് രണ്ട് പോയിന്റ് ലോഡുകളാണ്. ഒന്ന് 10 kN ഇൻ സ്പാൻ എ ബി ആൻഡ് നെക്സ്റ്റ് ഇസ് 20 kN ഇൻ സ്പാൻ ബി സി. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ദിസ് ലെങ്ത് ഇസ് 6 meter, ദിസ് ഇസ് 3 meter, ദിസ് ഇസ് അഗെയിൻ 3 meter, ദിസ് ഇസ് 3 meter. ഇങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ ബീമാണ്, ഒരു കണ്ടിന്യൂസ് ബീമാണ് നമുക്ക് തന്നിരിക്കുന്നത്. യൂഷ്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പഴയ സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മോസ്റ്റ്ലി ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ സ്പാനിൽ 10 kN ലോഡ് എടുത്തു. പോയിന്റ് ലോഡ് ആണെങ്കിൽ മൈ ഇക്വേഷൻ ഇസ് -W AB² and +W A²B L². So you will be getting M of AB equal to -6.66, M of BA equal to +13.33. ഇനി ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ എന്താണ്? ബി സി എന്ന് പറഞ്ഞ സ്പാനിലും ഒരു പോയിന്റ് ലോഡാണ്. ദാറ്റ് പോയിന്റ് ലോഡ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ. അപ്പോൾ പോയിന്റ് ലോഡ് ലൊക്കേറ്റഡ് അറ്റ് സെന്റർ ആണെങ്കിൽ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്തിട്ട് വി ആർ ഹാവിംഗ് അനദർ ഇക്വേഷൻ which is -WL/8 and +WL/8. So you get the answer as -15 and +15. So the four fixed end moments are -6.66, +13.33, -15 and +15. In your step we will be calculating a reaction force also. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഫോഴ്സും ഇവിടെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഫോഴ്സും ഉണ്ട്. സിമിലർലി ഹിയർ ഓൾസോ വി ക്യാൻ കൺസിഡർ റിയാക്ഷൻ ഫോഴ്സ്. ഹിയർ ഓൾസോ ദർ വിൽ ബി എ റിയാക്ഷൻ ഫോഴ്സ്. ഇനി ഈ റിയാക്ഷൻ ഫോഴ്സ് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എയിലാണെങ്കിൽ ദ ബേസിക് ഇക്വേഷൻ ഇസ് WB/L ആൻഡ് ഹിയർ ഇറ്റ് ഇസ് WA/L. ഇവിടെ ആണെങ്കിലും സെയിം തന്നെ WB/L ആൻഡ് ഹിയർ ഇറ്റ് ഇസ് WA/L. ഓക്കെ, അപ്പോൾ W എന്ന് പറഞ്ഞാൽ 10 kN ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് 3. 10 × 3 ഡിവൈഡ് ബൈ L is 9. സോ ദ റിയാക്ഷൻ ഫോഴ്സ് ഹിയർ ഇസ് 3.33. ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് 3.33 ആണ്. ഇവിടെ 10 × 6/9 യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 6.66. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഫോഴ്സും കൂടി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അലോങ് വിത്ത് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ കാൽക്കുലേഷൻ.
സോ ആഫ്റ്റർ ഗെറ്റിംഗ് ഫിക്സ് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ ബീമിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീം എങ്ങനെയായിരിക്കുന്നത്? ഇവിടെ ഒരു ഫിക്സർ എൻഡ്, ഇവിടെ ഒരു റോളർ എൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫിക്സർ എൻഡ് ആണെങ്കിൽ അതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും? അതിനെ എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല, റൊട്ടേറ്റ് ചെയ്യാനും പറ്റില്ല, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഫിക്സഡ് എൻഡിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 0. ഇവിടെയും 0. ഇനി ഇവിടെ നോക്കാം, ഇതൊരു റോളർ എൻഡ് ആണ്. അതൊരു റോളർ എൻഡ് ആണെങ്കിൽ പ്രോബ്ലം എന്താണ്? റോളർ എൻഡിന് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ മൂവ് ഹൊറിസോണ്ടലി. പക്ഷേ രണ്ടറ്റവും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും അതിനെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് കൺസിഡർഡ് ആസ് 1. സോ ദ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി 0 plus 1 plus 0, that is 1. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അതിന്റെ ബേസിസിലാണ് വി ആർ ഗോയിങ് ടു ചൂസ് ദ സിസ്റ്റം കോർഡിനേറ്റ്. ഇവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതും ബിയിലായതുകൊണ്ട് ഐ എം ചൂസിങ് എ മൊമെന്റ് ലൈക്ക് ദിസ് ആസ് ദ സിസ്റ്റം കോർഡിനേറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ ഡിസ്പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ മൊമെന്റ്സ് ആണ് നമ്മൾ യൂഷ്വലി സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എലമെന്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത് മൾട്ടിപ്ലൈഡ് ബൈ 2, അത്രയും നമ്പർ ഓഫ് എലമെന്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബീമിൽ 2 മെമ്പേഴ്സ് അല്ലെങ്കിൽ എ ബി ബി സി എന്ന് പറഞ്ഞ 2 പോർഷൻ ഉണ്ടെങ്കിൽ 4 എലമെന്റ് കോർഡിനേറ്റ്സ്, 1 2 3 4, അങ്ങനെ 4 എലമെന്റ് കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, നൗ we are going to calculate the equivalent joint load for getting the load matrix. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിക്സർ ആൻഡ് മൊമെന്റ്സ് വാല്യൂസ് വരയ്ക്കുക. These are the fixer and moment values. ഇനി ഇക്വലന്റ് ജോയിന്റ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫിക്സർ ആൻഡ് മൊമെന്റ്സിനെ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ റിവേഴ്സ്ഡ് വൺസ് ഓഫ് ഫിക്സർ ആൻഡ് മൊമെന്റ്സ്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഈ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് വേണം. ഈ ഒരു ജോയിന്റിൽ എത്രയാണ് നെറ്റ് ഫോഴ്സ് വരുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് 13.33 ഉണ്ട്, ക്ലോക്ക് വൈസ് ആയിട്ട് 15 ഉണ്ട്. സോ ദ നെറ്റ് വാല്യൂ വിൽ ബി എ മൊമെന്റ് 1.67 in the clockwise direction. ഓക്കെ, ഇനി നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് എടുത്തിരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് R1 ആണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റിനെ ഈ പറയുന്ന ലോഡ് ഇക്വലന്റ് ജോയിന്റ് ലോഡ് ഡയഗ്രത്തിനെ കൂടി കമ്പയർ ചെയ്താൽ യു ക്യാൻ ഫ്രെയിം ദ ലോഡ് മെട്രിക്സ്. ദാറ്റ് ഇസ് ദ ലോഡ് മെട്രിക്സ് P will be equal to, it is taken as matrix R also, which is equal to 1.67. അതായത് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റിനെയും ലോഡ് മെട്രിക്സിനെയും കമ്പയർ ചെയ്യുക. R1ന് പകരം ഇവിടെ ഉള്ളത് 1.67 ആണ്. സോ ദാറ്റ് വിൽ ബി ദ സിസ്റ്റം കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ടു ദ ലോഡ് മെട്രിക്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ഫോർമുലേഷൻ ഓഫ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് സ്മോൾ ലെറ്റർ K. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്മോൾ ലെറ്റർ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെമ്പർ എ ബിയുടെ K മെട്രിക്സ് 0 0, ബി സിയുടെ K മെട്രിക്സ്. ഇതിനെ ക്ലബ് ചെയ്ത് എഴുതുന്നതാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് element stiffness matrix. അപ്പോൾ ബേസിക് ഫോമാറ്റ് ഇസ് 2EI by L multiplied by 2112 ആണ്. എ ബി എടുക്കുമ്പോൾ എ ബിയുടെ സ്പാൻ കൊടുക്കുക. എ ബിയുടെ സ്പാൻ ഇസ് 9 മീറ്റർ. ബി സി എടുക്കുമ്പോൾ ബി സിയുടെ സ്പാൻ കൊടുക്കുക. ബി സിയുടെ സ്പാൻ ഇസ് 6 മീറ്റർ. ഇത് 9 മീറ്റർ, ഇത് 6 മീറ്റർ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എ മെട്രിക്സ് ലൈക്ക് ദിസ്. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K. ബേസിക് ആ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യുക. എ ബിയുടെ ഒന്നിച്ച് എഴുതുക, ബി സിയുടെ ഒന്നിച്ച് എഴുതുക. ഓക്കെ, നൗ ആഫ്റ്റർ ഗെറ്റിംഗ് K മെട്രിക്സ് നെക്സ്റ്റ് ഇസ് ബീറ്റ മെട്രിക്സ്. അപ്പോൾ ബീറ്റ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ബീറ്റ മെട്രിക്സ് ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എലമെന്റ് കോർഡിനേറ്റിന് പകരം 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് സിസ്റ്റം കോർഡിനേറ്റിന് പകരം നമുക്കിവിടെ ഒരു സിസ്റ്റം കോർഡിനേറ്റ് ആണ് ഉള്ളത് R1, അതിന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് R1 ഈക്വൽ ടു 1, ദ ബീം വിൽ ബി ടേക്കിംഗ് എ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മെമ്പേഴ്സ് എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എലമെന്റ് കോർഡിനേറ്റ്സ് 1 2 3 4 4 എലമെന്റ് കോർഡിനേറ്റ്സ് ആണ് ഉള്ളത് ഇങ്ങനെ. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് ദ വാല്യൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇറ്റ് ഇസ് 0, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 0, ബിക്കോസ് വി ഹാവ് ചോസൺ ദ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് മൊമെന്റ് ആസ് 1. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എഴുതിയാൽ വി ക്യാൻ റൈറ്റ് 0 1 1 0. ദിസ് വിൽ ബി ദ ബീറ്റ മെട്രിക്സ്. സോ നെക്സ്റ്റ് ഇസ് സ്ട്രക്ചർ സ്റ്റിഫ്നെസ് മെട്രിക്സ് K, which is beta transpose multiplied by K matrix multiplied by beta. അപ്പോൾ beta transpose multiplied by K multiplied by beta നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ഹാവിങ് എ 4/4 മെട്രിക്സ്. മാക്സിമം ഒരു 4/4 വരുന്നത് കൊണ്ട് തന്നെ കാൽക്കുലേറ്റർ വെച്ച് സോൾവ് ചെയ്യാം. സോ ദിസ് ഇസ് ദ K മെട്രിക്സ്, ദിസ് ഇസ് ദ ബീറ്റ മെട്രിക്സ്.
ദിസ് ഇസ് ബീറ്റ ട്രാൻസ്പോസ് മെട്രിക്സ്. അപ്പോൾ ഇവർ മൂന്ന് പേരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻ ദ ഓർഡർ ബീറ്റ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈഡ് ബൈ K multiplied by beta. ആ ഒരു ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനലി യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ K മെട്രിക്സ് ആസ് K is equal to 1.11 EI. ഓക്കെ, അത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ആഫ്റ്റർ ഗെറ്റിംഗ് K മെട്രിക്സ് നെക്സ്റ്റ് ഇസ് ഫോർമുലേഷൻ ഓഫ് ഗാമ മെട്രിക്സ് വിച്ച് ഇസ് ആക്ച്വലി K ഇൻവേഴ്സ് ഓഫ് P. നമ്മളിപ്പോൾ ഓൾറെഡി K കണ്ടുപിടിച്ചു 1.11 EI എന്നാണ്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 of that multiplied by load matrix is 1.67. So you'll be getting the value for gamma matrix as 1.504 divided by EI. ഒറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു മെട്രിക്സ് ആയിട്ട് ഉണ്ടാവില്ല, ഒരു എലമെന്റ് മാത്രമായിരിക്കും. So therefore the element force Q will be equal to small letter K matrix multiplied by beta matrix multiplied by gamma matrix. ഇതിനെ മൂന്നിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എലമെന്റ് ഫോഴ്സ്. K മെട്രിക്സ് നമ്മൾ ആദ്യമേ ഫോർമുലേറ്റ് ചെയ്തു, ബീറ്റ മെട്രിക്സും ഫോർമുലേറ്റ് ചെയ്തു, ഗാമ മെട്രിക്സ് ഇപ്പം നമുക്ക് കിട്ടി. ഓക്കെ, ഇവരെ മൂന്ന് പേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഇസ് സ്മോൾ ലെറ്റർ K മെട്രിക്സ്, ദിസ് ഇസ് ബീറ്റ മെട്രിക്സ്, ഇത് നമുക്കിപ്പോൾ കിട്ടിയ ഗാമ മെട്രിക്സ്. സോ ഫൈനൽ മെമ്പർ ഫോഴ്സ് Q വിൽ ബി ഈക്വൽ ടു ദിസ് മച്ച്. ഓക്കെ, ഇനി Q കിട്ടിക്കഴിഞ്ഞാൽ വാട്ട്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? Q കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് Q plus fixed end moments FEM will give you the final answer for end moment. So this will be the end moment. You'll get the value for end moment as minus 6.3 plus 13 minus 13 plus 15. ഇതിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് 6.3 ഞാൻ ആദ്യം മുകളിലേക്ക് വരച്ചു. ഇവിടെ കിട്ടിയിരിക്കുന്നത് 13 ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ 13 മുകളിലേക്ക് വരച്ചു. ഇവിടെ കിട്ടിയിരിക്കുന്നത് 15 ആണ്. സോ കിട്ടിയിരിക്കുന്ന മൊമെന്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ you can get a diagram like this. ഇനി ഓരോ സ്പാനിലും 2 പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയിന്റ് ലോഡിന്റെ ബേസിസിൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ പോയിന്റ് ലോഡ്. ഇറ്റ് ഇസ് WAB/L എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. സോ 2 സ്പാനിലും പോയിന്റ് ലോഡ് ആയതുകൊണ്ട് യു ഗെറ്റ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. സോ യു ക്യാൻ ഷെയ്ഡ് ദിസ് ഏരിയ. ദിസ് വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ദ ഗിവൺ സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി കിട്ടിയിരിക്കുന്ന മൊമെന്റ് വാല്യൂസ് വെച്ച് പ്ലോട്ട് ചെയ്തു. അതുകൂടാതെ ഫ്രീ ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഡയഗ്രാം വിച്ച് ഇസ് കോൾഡ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദ ഗിവൺ ബീം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു അനാലിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ ഇതിൽ പറഞ്ഞ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അതുപോലെ തന്നെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റിഫ്നെസ് മെത്തേഡ്. അപ്പോൾ കൂടുതൽ സെഷൻസ് വരും ക്ലാസ്സുകളിൽ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. താങ്ക് യു.